എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഭയങ്കര ലേസി ഡേ ആണ് കേട്ടോ. നല്ല പോലെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അവളൊന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അവളെ കൊണ്ട് അവിടെ കിടന്നു. ചേട്ടായി റെഡിയായി പോയി, കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് അവൻ പോയി. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ കിടന്നു. നാളേക്ക് ഇനി കൊച്ചു വെളുപ്പക്കാലത്ത് എണീറ്റ് ഓടേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം മടി പിടിച്ച് അവിടെ പോയി കിടന്നു. അപ്പൊ ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഡെയിലി തിരക്കുകളിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി മാറ്റി വെക്കും. പക്ഷെ മാറ്റി വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ ക്ലാസ്സിൽ പോകേണ്ടതുകൊണ്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കണം. ടൈം ടേബിൾ ഇനിയും കിട്ടിയിട്ടില്ല. എന്താണ് നാളത്തെ സബ്ജക്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാരെങ്കിലും ചോദിച്ചാലേ അവർ പറയത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്നലെ രാത്രി കുറെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ 2 ഫ്രണ്ട്സ് സുജിത്തും ഹരീഷ്മയും. അവർ കന്യാകുമാരിക്ക് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോഗ്രാഫേഴ്സാണ് കേട്ടോ, കല്യാണ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കല്യാണത്തിൻ്റെ വർക്ക് കന്യാകുമാരിയിൽ കിട്ടിയിട്ട് അവരതിന് പോയേക്കുമായിരുന്നു. അപ്പോൾ അവരുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ പോയത്. ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇന്നലെ രാത്രി ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴാണ് അവർ വന്നതും വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവർ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുരിപ്പ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു 1:30 ആയി ഉറങ്ങിയപ്പോൾ. അപ്പോൾ അവളിപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അവൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കണം. എടാ എന്നതാണോ ഇത്, കച്ചവടോ? ഓരോന്ന് മേടിച്ചാ പോരെ? അതെന്നത് 5 രൂപ ഒരു ബാലൻസ് എന്നെ നോക്കട്ടെ കാണിച്ചേ. സലാഡോ നമുക്ക് 3-4 സിപ്പപ്പ് ഫ്രൂട്ട് സലാഡ്. ചെറുക്കന് ഭ്രാന്താ. അവൻ വെയിലത്തുനിന്ന് വരുമ്പോഴേ തൈര് കുടിക്കാനാ. തൈര് തണുപ്പത്ത്, ഈ ചൂടത്തിന് തൈര് വയറിളകും. ഒരു കുഞ്ഞ് പൈനാപ്പിൾ ഉണ്ട്. ഞാനങ്ങളത് മുറിക്കാനും അപ്പൊ പറഞ്ഞേ അച്ഛൻ വരെ മുറിക്കാന്ന്. അതാ ചേട്ടൻ കയറി വന്ന ഉടനെ അവിടെ പൈനാപ്പിളിലായിരുന്നു. സുജിത്തും ചക്കുവും വന്നപ്പോ തന്നതാ. സുജിത്ത് ചേട്ടന് ചക്കുവും വന്നപ്പോ തന്നതാ. കത്തി എടുത്തോണ്ട് വാ. അവ വലുത് എടുത്തതാ. അപ്പൊ ഞാൻ പറഞ്ഞു വലുത് വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഉച്ചയ്ക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ചെറുത് മതി എന്ന് പറഞ്ഞ് ചെറുത് മേടിച്ചതാ. പക്ഷെ ചെത്തി വന്നു കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ലേ. ഞാൻ കറിക്കത്തി കൂടെ കൊണ്ടുപോവാ. കറിക്കത്തി കാണാനില്ല. തങ്കു വരുന്നല്ലോ. കറിക്കത്തി വരുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ എടുത്തിട്ട് പോലെ. അപ്പൊ ഓക്കെ, പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി വരാം. പൈനാപ്പിൾ വേണോ? ഉപ്പും മുളക് ഇട്ടത് ഒരു കഷ്ണം വേണമെങ്കിൽ എടുത്തോ. ഞാനേ മുന്നിൽ മുറ്റത്തിരിക്കുന്ന എൻ്റെ കുറേ ചെടികളുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം കൂടെ പെറുക്കിയിട്ട് ഈ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ഫ്രണ്ടിൽ ഭയങ്കരമായിട്ട് വെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ മെറ്റൽ വിരിച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കതില്ല ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം. ഞാൻ മൊത്തത്തിൽ മുറിച്ച് കിട്ടും. അപ്പടി മൂത്തലായിരുന്നു, അതെല്ലാം മൊത്തത്തിൽ മുറിച്ച് കിട്ടും. വലിയ പുല്ലാണ്. ഇതിൻ്റെ ചുവട്ടിൽ എന്തൊക്കെയാണ് അതുകൂടെ ഞാൻ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ചെടികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 1-2 എണ്ണം നല്ലത് ആ ഗ്യാപ്പൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. വണ്ടികൾ എണ്ണിയിരിക്കുന്നുണ്ടോ? വണ്ടി എണ്ണുവാണോ മുകിലേ? വണ്ടി എണ്ണുവാണോ ടോബി? വണ്ടി എണ്ണുവാണോടാ? ഇനി ഇവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് കീറിയ രസമുണ്ടാവും. പിന്നെ താമരയുടെ വിത്ത് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവോ? ഇതൊക്കെ ഹലോ അമ്മേ, അപ്പുറത്തെ സൈഡ്
അപ്പുറം സൈഡ് ഇത് കുഴികളല്ല, ഇതാണ് കുഴികളത്. ആ ഓക്കെ. അമ്മേ നന്നായിട്ട് ഉരക്കി അങ്ങോട്ടെ. എടാ കല്ലല്ല ഉരക്കി, ഇത് ഉരച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല ചിലപ്പോ. അല്ല അത് കല്ലല്ല, അത് സിമന്റാ. അവിടെ കരിങ്കല്ല് കിടപ്പുണ്ടെന്നേ. അമ്മയുടെ ചുണ്ടാപ്പി. ഏയ് ഓയ് ഏയ് ഡി ഡി ഡി. ഇതാവുന്നില്ല ഗൈസ്. ഈ റബ്ബറിന്റെ കായയില്ലേ, ഇത് തൊട്ടാ പൊള്ളുന്നു കേട്ടോ. ഇവൻ എങ്ങോട്ടയക്കി? ആ ഇപ്പൊ വിത്ത് കാണുന്നുണ്ടല്ലേ. യെസ്, നമുക്കിനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കാം. ദിവസവും വെള്ളം മാറണമെന്നാണ് ശാസ്ത്രം. നോക്കാം. ഒന്നും പറ്റില്ല. എന്താ ചേച്ചി മീനുണ്ടെങ്കിൽ മാത്രമേ മാമ. നിങ്ങളല്ലേ പഠിപ്പിച്ചത് അങ്ങനെ? നേരെ നോക്കട്ടെ. ആ കൊള്ളാം, നന്നായിട്ട്. റെസ്റ്റാണ് റെസ്റ്റ്. എല്ലാരും ഞാൻ വീഡിയോ എടുത്തിടും, കാണട്ടെ എല്ലാരും, നാട്ടുകാർ മൊത്തം കാണട്ടെ. എന്തോന്ന് ഞാൻ ഇന്ന് സൂര്യന്റെ ഒരു സംഭവം, സൂര്യൻ ഉദിക്കുന്നതാണോ? സൂര്യൻ ഭൂമിന്ന് എനിക്കോ? നിന്റെ ഫോണിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്കപ്പോ എനിക്ക് ഗുഡ് മോർണിംഗ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അല്ലല്ല, ഞാൻ ഒന്ന് അയച്ചിട്ടുണ്ടായി. ഇവിടെ നോക്കി മണം പിടിച്ചിട്ട് മനസ്സിലായത് അവന്റെ അടുത്ത് പോയി നല്ല യുദ്ധായിരുന്നു. ഈ ഇച്ചിരി നുറുക്കൂസല്ലേ, ഒരു കുഞ്ഞു കുഴി കുത്തിയിട്ട് അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങുവാ സുഖസുന്ദരായിട്ട്. അല്ല ഇവർക്ക് നല്ല ബുദ്ധിട്ടാ. സത്യം. ഇപ്പൊ ചേച്ചി അതന്നെ പറഞ്ഞേ, നീല നൈറ്റി ആയിരുന്നു ഇന്ന്. അപ്പൊ പിള്ളേര് പറഞ്ഞത് ഇനി ആശേച്ചി വരുമ്പോൾ പേടിക്കണം. എല്ലായിടത്തും കേട്ടിട്ടുണ്ടോ. നാളെ ക്ലാസ്സിൽ പോകേണ്ടത് കൊണ്ട് ഉച്ചവരെ വിശക്കാതിരിക്കാനായിട്ട് ഞാൻ തലേദിവസം ഇതുപോലെ പൊറോട്ട കഴിച്ചിട്ട് പോകും. അപ്പൊ പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉച്ചവരെ വിശക്കത്തുമില്ല. ഇനി നാളെ നമുക്ക് വന്നിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാം. ഇന്ന് നമുക്ക് പൊറോട്ട കഴിക്കാം. ഇവിടെ പൊറോട്ട ഓർഡർ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്, ഇവിടുത്തെ സാലഡ്. ഒരു രക്ഷയില്ല. കൂടി കളി ഇതെനിക്കാ. വേറെ എന്ത് കഴിച്ചാലും രാവിലെ എണീറ്റ് റെഡിയായി കഴിയുമ്പോഴേക്കും വിശന്ന് തുടങ്ങും. ഇതാവുമ്പോൾ വിശക്കത്തില്ല. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പൊറോട്ട കഴിച്ചു. പോകാം നമുക്ക്. ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ കയറി തിന്നു കഴിഞ്ഞിട്ടില്ല. പൊറക്കോട്ട. ആ നാരങ്ങയും തിന്നാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. എന്റെ നാരങ്ങ എനിക്കങ്ങ് വേണ്ട. അയ്യേ, ഞാനേ നാളെ ക്ലാസ്സിൽ പോകും. നീ എവിടെ ഇരിക്കുക? അമ്മമ്മ അടുത്ത്. അപ്പൊ നീ എവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു നേരത്തെ? അമ്മമ്മ അടുത്ത് ഇരുന്നോളൂ. അമ്മമ്മക്ക് വെറുതെ പറഞ്ഞതാ? അത് ശരി.